ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ഗ്ലാസ് ക്രിയേറ്റീവ് വില്ല. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രീപ്പ് പേപ്പർ യൂസ് ചെയ്ത ഒരു ലാവൻഡർ ഫ്ലവറാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഫ്ലവർ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ വൈൽഡ് കളർ ക്രീപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട് ഫ്ലവറിന്. പിന്നെ ഞാൻ ഗ്രീൻ കളർ ക്രീപ്പ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്, ലീഫിന് വേണ്ടിയാണ്. പിന്നെ ഫ്ലവർ ടേപ്പ് അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് എന്നും പറയും. സിസേഴ്സ് വേണം, ഫ്ലവർ വയർ വേണം, ഗമ്മ് വേണം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രീപ്പ് പേപ്പറാണ്. ഇതിൻ്റെ കറക്റ്റ് മെഷേഴ്സ് ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് വീഡിയോ കാണുന്ന പോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ ഈ രീതിയിൽ ക്രീപ്പ് പേപ്പറിനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്രീപ്പ് പേപ്പറിനെ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. വീഡിയോ കാണുന്ന പോലെ സ്ട്രെച്ച് ചെയ്തെടുത്ത ശേഷം ഞാൻ ഈക്വലായിട്ട് ഒന്നും കൂടെ ക്രേപ്പ് പേപ്പറിനെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്ത ശേഷം രണ്ട് എൻഡും കൂടെ വരുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് സിസേഴ്സ് ഉപയോഗിച്ച് ഈ വീഡിയോ കാണുന്ന പോലെ ഞാൻ പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഉള്ളിലോട്ടാക്കി കട്ട് ചെയ്യരുത്. ജസ്റ്റ് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി കയറി പോയാൽ അത് നമ്മൾ ഫ്ലവർ ചുറ്റുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടി പൊട്ടി വരും. അപ്പം ഈ രീതിയിൽ കട്ട് ചെയ്യാവും. ഞാൻ അങ്ങനെ ഫുള്ള് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു ഞാൻ എത്ര ഉള്ളിലോട്ടാക്കിയാണ് കട്ട് ചെയ്തതെന്ന്. അതിനുശേഷം ഞാനൊരു ഫ്ലവർ വയർ എടുത്ത ശേഷം അതിൽ കുറച്ച് ഗമ്മ എൻ്റെ തുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രീപ്പ് പേപ്പറിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനും അല്പം ഗമ്മ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വീഡിയോ കാണുന്ന പോലെ പതുക്കെ നമുക്ക് എന്നിങ്ങനെ ചുറ്റി കൊടുക്കണം. ഈ ഗമ്മ ആ ഒരു ക്രീപ്പ് പേപ്പറിലുള്ള ഗമ്മ തീരുന്തോറും കുറച്ച് ഗമ്മ നമുക്ക് തേച്ച് അങ്ങനെ എൻഡ് വരെ ഈ ഒരു രീതിയിൽ വീഡിയോ കാണുന്ന പോലെ നമുക്ക് ചുറ്റിയെടുക്കണം. ഫ്ലവർ വയറിൽ നമ്മൾ ഈ പേപ്പർ ചുറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഗമ്മ ഒത്തിരി ആവാൻ പാടില്ല. ഗമ്മ കൂടിയ പേപ്പറാണ് അപ്പോൾ നമ്മുടെ കയ്യിലൊട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഗമ്മ ഒത്തിരി ആവരുത്. ക്രീപ്പ് പേപ്പർ ചുറ്റി വയറിൻ്റെ എൻഡിലെത്തുമ്പോൾ ഗം ഉപയോഗിച്ച് നന്നായിട്ട് സെക്യൂർ ആയിട്ട് ഒട്ടിച്ചെടുക്കണം. അതും നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ആ ഫ്ലവറിന് ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. വീഡിയോ കാണുന്ന പോലെ ചെയ്തെടുക്കണം. ഫ്ലവർ വയറിനെ ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇതില്ലെങ്കിൽ ഗ്രീൻ കളർ ക്രീപ്പ് പേപ്പർ ഉപയോഗിച്ച് തന്നെ കവർ ചെയ്തെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ ഗ്രീൻ ടേപ്പ് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒട്ടിക്കുന്ന ഫ്ലവർ വയറിൽ ചുറ്റിയെടുക്കുന്നതിന് മുമ്പ് ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ അതിന് ഗമ്മ് വരത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ചുറ്റി നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റിയെടുത്താലേ നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഈ വീഡിയോ കാണുന്ന പോലെ നമുക്ക് മൊത്തം ചുറ്റിയെടുക്കണം. ബാക്കി എക്സസൈസായിട്ട് വന്ന ഗ്രീൻ ടേപ്പ് ഞാൻ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇനിയും ആവശ്യമുണ്ട് ഈ ഫ്ലവറിൽ തന്നെ. ഫുള്ള് ഗ്രീൻ ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് ചെയ്യേണ്ടത്. അതിന് ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പം ഈ വീഡിയോ കാണുന്ന പോലെ നമുക്ക് മടക്കിയ ശേഷം നമുക്ക് ഒരു സിസേഴ്സ് ഉപയോഗിച്ച് പതുക്കെ വീഡിയോ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫ് ഫ്ലവറുമായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഞാൻ തന്നെ ലീഫിൽ കുറച്ച് ഗമ്മ തേക്കുന്നുണ്ട്. എന്നിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. ഞാൻ ഫ്ലവറുമായിട്ട് ചേർത്ത് വെച്ചിട്ടല്ല ലീഫ് സ്റ്റിക്ക് ചെയ്യുന്നത്. കുറച്ച് ഈ വീഡിയോ കാണുന്ന പോലെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്.
ലീഫ് ഒട്ടിച്ചെടുത്ത ശേഷം നമുക്ക് ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നല്ല സ്ട്രെച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഒട്ടിക്കാൻ തുടങ്ങാവൂ. അത് നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വീഡിയോ കാണുന്ന പോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. ബാക്കി ലീഫ് ടേപ്പ് വരികയാണെങ്കിൽ അത് നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഫ്ലവറിൻ്റെ ഭാഗത്ത് കൈ കൊണ്ടോ അതൊരു ബ്രഷ് കൊണ്ടോ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിൽ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഒരു ഫ്ലവർ നല്ല ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മളെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഇതുപോലെ കുറച്ച് ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീപ്പ് പേപ്പർ ഉപയോഗിച്ച് ചെയ്ത ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.